റേമയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ കൂടെയുള്ള വൈദികരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമേ തന്നെ ഇവിടെ ആയിരിക്കുന്ന ഫാദർ അഖിൽ പത്തിൽ VC, ഫാദർ ജോസഫ് ഓനാട്ട് VC, ഫാദർ ഷെറിൻ പറമ്പേൻ VC, ഞാൻ ഫാദർ ജസ്റ്റിൻ കപ്പലുമാക്കൽ VC. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചതും വിചിന്തനമായി കരുതിയതും ദൈവത്തെക്കുറിച്ച് തന്നെയാണ്. പിതാവായ ദൈവം, ആ പിതാവായ ദൈവം എപ്രകാരമാണ് രക്ഷാകര ചരിത്രത്തിൽ വെളിപ്പെടുന്നതെന്ന് നമ്മൾ ധ്യാന വിഷയമാക്കി. അതോടൊപ്പം തന്നെ പുത്രനായ ദൈവം നമുക്ക് നൽകിയ ഒരു അവകാശം ക്രിസ്ത്യാനിയുടെ ദത്തവകാശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദൈവത്തെ പിതാവേന്ന് വിളിക്കാൻ നമുക്ക് നൽകിയൊരു അവകാശം. ആ പുത്രനെക്കുറിച്ച് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ, ഈ ഒരു അല്പസമയം ധ്യാന വിഷയമാക്കാം. ഒരു തിരുവചനം ഭാഗ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം. ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ആഹ്വാനം പൗലോസ്ലീഹ ഇവിടെ ആവശ്യപ്പെടുന്നുണ്ട്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. പിതാവിനെ കർത്താവെന്ന് വിളിച്ചവൻ തന്നെ അതേ നാവ് കൊണ്ട് യേശുവിനെ കർത്താവെന്ന് വിളിക്കാൻ പൗലോസ്ലീഹ ആവശ്യപ്പെടുകയാണ്. യേശുവിനെ ദൈവമായിട്ട് കരുതാൻ, ദൈവമാണെന്ന് ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം. നമുക്കറിയാം, കേസറിയ ഫിലിപ്പി എന്ന പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ യേശു ശിഷ്യന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? അപ്പോൾ ശിഷ്യന്മാർക്ക് പറയാൻ ഒരുപാട് മറുപടികളുണ്ട്. പ്രവാചകന്മാരിൽ ഒരുവൻ, പഴയ നിയമ പ്രവാചകന്മാരിൽ സമർത്ഥരായ പ്രവാചകന്മാരെ ഉദ്ധരിക്കും. ഏലിയ, ജെർമിയ പ്രവാചകനെ പോലെയുള്ള പ്രവാചകൻ, പുതിയ നിയമത്തിൽ അവതരിച്ചിരിക്കുന്ന ഏറ്റവും അവസാനത്തെ പ്രവാചകന്റെ ഗണത്തിൽപ്പെടുന്ന സ്നാപകൻ. ഈ സ്നാപകനെ പോലെയുള്ള വലിയ പ്രവാചകന്മാരിൽ ഒരു പ്രവാചകന്റെ നിലത്തിലേക്ക് ഈശോയെ ഉയർത്തി കാട്ടുന്നുണ്ട്. എന്നിട്ട് ഈശോ അവരോട് വ്യക്തിപരമായ ഒരു ചോദ്യം ചോദിക്കും. നിങ്ങൾ എൻ്റെ കൂട്ടത്തിൽ നടക്കാൻ തുടങ്ങി, എൻ്റെ അത്ഭുതങ്ങൾ കാണാൻ തുടങ്ങി, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അപ്പോൾ അതിനൊരു മറുപടി ശിമയോൻ പത്രോസ് കൊടുക്കുന്നുണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് എന്ന് വെച്ചാൽ നീ ദൈവമാണെന്ന് തന്നെയാണ് ഈ കൂട്ടത്തിൽ നടന്ന പത്രോസ്ലീഹ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈശോ അതിന് കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്. മാംസരക്തങ്ങളല്ല, മറിച്ച് സ്വർഗസ്നായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. മറിച്ച് എന്ന് വെച്ചാൽ നിന്റെ ബുദ്ധി, നിന്റെ സാമർഥ്യം, നിന്റെ കഴിവ്, ഇതൊന്നുമല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. മറിച്ച് എൻ്റെ അപ്പനാണ്, എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ഈശോ ഇത് വെളിപ്പെടുത്തി തന്നു. സ്വർഗത്തിലുള്ള പിതാവിനെ അപ്പ എന്ന് വിളിക്കാനും ആ ദൈവത്തെ കൂടുതൽ വെളിപ്പെടുത്തി തന്നപ്പോൾ ഈ പുത്രൻ ദൈവമാണെന്ന് ഈ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ആരാണെന്നാണ് ഈശോ ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. അത് പിതാവായ ദൈവം തന്നെയാണ് ഈ പുത്രന്റെ ദൈവത്വം വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ പിതാവേ എന്ന് വിളിക്കുമ്പോൾ യഹൂദരുടെ ഇടയിൽ വലിയൊരു അമർഷം ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യത്തില് അവനെ എറിയാൻ വേണ്ടി, അവനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കാനും അവനെ കല്ലെറിയാനും വേണ്ടി, അവനെ വധിക്കാനും വേണ്ടി ഇവർ ശ്രമിക്കുന്നതിന്റെ കാരണം ഇവൻ തന്നെ ദൈവമായിട്ട് പ്രഖ്യാപിച്ചു, അല്ലെങ്കിൽ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ തക്കവണ്ണം ഈശോ മുതിർന്നു എന്ന് വെച്ചാൽ ഈശോയും ദൈവമാണ് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെയാണ് ഈ യഹൂദർക്ക് വലിയൊരു ഇടർച്ചയുണ്ടായത്. യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഈശോ കേവലം ജോസഫിന്റെ ഒരു പുത്രൻ മാത്രമാണ്. ഇവൻ ആ തച്ചന്റെ മകനല്ലേ? ഇതാണ് ഈശോനെ വിളിക്കുമ്പോൾ ഒരു റബ്ബി എന്ന നിലയിൽ ഇവനൊരു റബ്ബിയാണ്, ഇവനൊരു തച്ചന്റെ മകനാണ്. അത്രയേ ഉള്ളൂ ഈശോയുടെ സ്ഥാനം. ഈ സ്ഥാനത്തിന്റെ അപ്പുറം ഇവൻ ദൈവമാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ ഈശോ പറഞ്ഞില്ലേ, എബ്രാഹത്തിന് മുമ്പും ഞാനുണ്ട്, എബ്രാഹത്തിന് മുമ്പും ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുന്ന ഒരു മറുപടി, നിനക്ക് ഇനി 50 വയസ്സായിട്ടില്ല. അവർ ഈശോയുടെ മാനുഷിക ദൃഷ്ടിയിലേക്ക് നോക്കി, ഈശോയുടെ ആയുസ് എണ്ണി നോക്കിക്കഴിഞ്ഞപ്പോൾ 50 വയസ്സ് പോലും ആകാത്ത ഒരു യുവാവ് അവൻ എബ്രാഹത്തിന് മുമ്പും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല ഈ പറയുന്നവൻ ദൈവമാണെന്നുള്ളത് മനസ്സിലായില്ല. ഇവൻ ദൈവമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഈശോ ഒരുപാട് വാക്യങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ തിരുവചനത്തില്. ഇതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു പരമപ്രധാനമായ ഒരു ഭാഗം. ഈശോ ദൈവമാണെന്ന് നമ്മൾ ഏറ്റുപറയണം അധരം കൊണ്ട്, അത് വിശ്വസിക്കുകയും ചെയ്യണം. അവൻ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, അവൻ ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. നമ്മൾ സമാന്തര സുവിശേഷങ്ങളിലേക്ക് കടന്നുപോയി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്ന് പറയുന്നത്, ഈശോ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മീൻസ് അവന് കയ്യടി കിട്ടണം അല്ലെങ്കിൽ 4 ആൾക്കാരെ കൂട്ടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല.
മറിച്ച് അവനത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. എന്തായിരുന്നു അവരുടെ വിശ്വാസം? കർത്താവ്, അതായത് എന്നെ സൗഖ്യപ്പെടുത്തിയവൻ അല്ലെങ്കിൽ എന്നെ രക്ഷപ്പെടുത്തിയവൻ അത് കർത്താവാണ്, ദൈവമാണ് എന്നുള്ള വിശ്വാസത്തിലേക്കാണ് ഈശോ എപ്പോഴും അവരെ നയിക്കുന്നത്. ഇനി യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു നോക്കി. ആദ്യത്തെ പുസ്തകം അറിയപ്പെടുന്നത് അടയാളങ്ങളുടെ പുസ്തകം എന്നുള്ളതാ. ഒരു 1 മുതൽ 13 അധ്യായം അതറിയപ്പെടുന്നത് അടയാളങ്ങളുടെ പുസ്തകം എന്നുള്ളതാ. എന്താണ് അവിടെ കാണുന്ന അടയാളം? ശരിക്കും അവിടെ അടയാളങ്ങൾ പ്രധാനമായിട്ടും കാണുന്നത് 7 അടയാളങ്ങൾ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 7 അടയാളങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 7 അത്ഭുതങ്ങളാണ്. പക്ഷെ ഈ അടയാളങ്ങൾ എന്ന് സൂചിപ്പിക്കുമ്പോൾ, ഈ അത്ഭുതങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിന് പിന്നിൽ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കാരണം ഈ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ മൊത്തം നമ്മൾ കാണുന്ന കണ്ടന്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ, എന്നിൽ വിശ്വസിക്കുവിൻ. എന്ത് വിശ്വസിക്കണം? ഞാൻ ദൈവമാണെന്ന് വിശ്വസിക്കുവിൻ. ഇനി ഈ പ്രവർത്തികൾ ചെയ്തു കഴിയുമ്പോൾ ഈശോ വിശ്വാസമില്ലാത്തവരുടെ അടുത്ത്, ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടും വിശ്വാസമില്ലാത്ത യഹൂദരുടെ അടുത്ത് ഈശോ പറയുന്ന ഒരു വാക്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 37-38 തിരുവചനങ്ങൾ വഴിയായിട്ട്, ഞാൻ എൻ്റെ പിതാവിന്റെ പ്രവർത്തികൾ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ എന്നെ വിശ്വസിക്കേണ്ട, എന്നാൽ ഞാൻ അവ ചെയ്യുന്നെങ്കിൽ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിലും ആ പ്രവർത്തികൾ വിശ്വസിക്കുവിൻ. അപ്പോൾ പിതാവ് എന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ അറിയുകയും ആ അറിവിൽ നിലനിൽക്കുകയും ചെയ്യും. പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഈശോ പിതാവ് പോലെ തന്നെ ദൈവമാണ്, കർത്താവാണ് എന്നുള്ളതാ. തീർച്ചയായിട്ടും. അതായത് ഇതിനോടൊക്കെ കൂട്ടിച്ചേർത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ, യേശുവിൻ്റെ ദൈവത്വത്തെ നിരസിക്കുന്ന ഒത്തിരി ഹെരസികൾ പണ്ടും ഉണ്ടായിരുന്നു, ഇന്നും അത് പ്രചരിക്കുന്നുണ്ട്. ചില മതവിഭാഗമൊക്കെ ശക്തമായിട്ട് പറയുന്നുണ്ട്, യേശു ദൈവമല്ല, അവനൊരു പ്രവാചകൻ മാത്രമാണ്, ഈശാ നബി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അത് നമ്മുടെ ഇടയിൽ പോലും സംശയം ഉണ്ടാകും, അവരും യേശുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ അവർ യേശുവിൽ വിശ്വസിക്കുന്ന അവനെ വെറും പ്രവാചകനായിട്ട് മാത്രം കണ്ട. ഈശോ വെറും പ്രവാചകൻ മാത്രമായിരുന്നില്ല, അവൻ ദൈവമാണ്. ഈശോ തെളിയിച്ച്, അതായത് യഹൂദരുടെ ഇടയിൽ ഉണ്ടായിരുന്ന തർക്കം ഈശോയിൽ വിശ്വസിക്കാത്തതിൻ്റെ പ്രധാന കാരണം, ഈശോ മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് പ്രവാചകന്മാരും മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്. ഏലീഷായുടെയും ഏലിയായുടെയും ഒക്കെ ജീവിതത്തിൽ ഇത് തന്നെ കാണുന്നുണ്ട്. അതുപോലെ അപ്പം വർദ്ധിപ്പിച്ചതായിട്ട്, എണ്ണ വറ്റാത്ത കുടങ്ങൾ, ഇതെല്ലാം നമ്മൾ അത്ഭുതങ്ങൾ പലയിടങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പഴയ നിയമത്തിലെ പോലെ അവരെ പോലെ ഒരു പ്രവാചകൻ എന്ന് വിശ്വസിക്കുന്നതിന് അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പക്ഷെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം യേശുവിൻ്റെ ദൈവത്വം തന്നെയായിരുന്നു. ഇന്നും എല്ലാവരുടെയും ഒരു വലിയൊരു പ്രതിസന്ധി യേശുവിൻ്റെ ദൈവത്വം തന്നെയായിരുന്നു. അതിന് എനിക്ക് ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയത് അത് തന്നെയാണ്, യഹൂദർക്ക് ഒരു പ്രവാചകനായിട്ട് തോന്നുന്നത്. അതിനാണ് ഈശോ പറയുന്നത്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുക്ക വരാൻ സാധിക്കാതെ. പിതാവ് യഹൂദരായ എല്ലാ വ്യക്തികളും ഇത് ജോസഫിന്റെ പുത്രനാണെന്ന് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം അവർ പിതാവായ ദൈവത്തിൽ അത്രമാത്രം വിശ്വാസം അർപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യം, യേശുവിൻ്റെ പ്രവൃത്തികൾ, ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ്? അവൻ്റെ മനുഷ്യാവതാരം, പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം. അത് ഫിലിപ്പിയ ലേഖനത്തിലാണ് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നത്. അവൻ ജനിച്ചു, അവൻ പീഡ സഹിച്ചു, അവൻ തന്നെ താഴ്ത്തി, കുരിശുമരണത്തോളം താഴ്ത്തി, ആകയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ശ്രേഷ്ഠമായിട്ടുള്ള നാമം അവന് നൽകി. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ മുട്ടുകളും യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മടങ്ങുന്നതിന് വേണ്ടിയിട്ടും, എല്ലാ നാവുകളും യേശുവാണ് കർത്താവെന്ന് ഏറ്റുപറയാനും വേണ്ടിയിട്ടാണ്. അത് വളരെ ശക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ ഏറ്റുപറഞ്ഞേ തീരൂ. നമുക്കറിയാം, ഈശോ ഈ അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിച്ചപ്പോൾ ഒന്നും അവനെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് ആളുകൾ ചെല്ലുന്നില്ല, അല്ലെ ദൈവമായ കർത്താവേ എന്നവനെ വിളിക്കുന്നില്ല. എന്നാൽ ഈശോ ഉത്തിതനായ സമയത്ത് അവൻ്റെ വിലാവിൽ കൈവിരൽ വെക്കാൻ വേണ്ടിയിട്ട് അവകാശം കിട്ടിയ നമ്മുടെ തോമസ് ലീഹായാണ് അവനെ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ യഥാർത്ഥ മീനിങ് ആണ് എന്താണ്? എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ. അതായത് ഈശോ തൻ്റെ ദൈവത്വം ഉറപ്പിച്ചത് അവൻ്റെ ഉത്ഥാനത്തിലൂടെയാണ്. മറ്റെല്ലാ പ്രവൃത്തികളും വഴി ശരിയാണ്, അവനത് തെളിയിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതിൻ്റെ പൂർണ്ണത വരുന്നത് യേശുവിൻ്റെ ഉത്ഥാനത്തിലൂടെയാണ്. അതാണ് പൗലോസ് ലീഹായും അച്ഛൻ പറഞ്ഞ വചനത്തിലൂടെ അതിനകത്ത് തന്നെ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുന്നതാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്നും കൂടെ. അതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ പരമപ്രധാനമായ ഒരു കാര്യം. നമ്മൾ ഈ ഉയർപ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം നമ്മൾ ധ്യാനിച്ച ഒരു തിരുവചന ഭാഗമാണ്. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടു എന്ന് ദൂതൻ പറയുന്നത് ആദ്യം യേശുവിൻ്റെ സംസ്കരിച്ച കല്ലറയിലേക്ക് കടന്നു വരുന്ന സ്ത്രീകളോടാണ്. ഈ സ്ത്രീകള് ഇത് ചെന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ ആദ്യത്തെ, ഇത് കേൾക്കുന്ന ശിഷ്യന്മാരുടെ ആദ്യത്തെ
അവരുടെ പ്രത്യുത്തരം ഇപ്രകാരമാണ്: ഇത് കെട്ടുകഥ പോലെ അവർക്ക് തോന്നിയുള്ളൂ എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യബുദ്ധിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ലാത്ത രീതിയിൽ ഒരു കാര്യമാണ് ഉത്ഥാനം എന്ന് പറയുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്നും ഒരുവൻ സ്വയമേ ഉയർത്തെഴുന്നേറ്റു. അത് മനസ്സിലാക്കുമ്പോൾ, അത് കേൾക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാകുന്നത് ഇതൊരു കെട്ടുകഥയാണ്, ഇതൊരു കഥയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത് സത്യമാണെന്ന് അവരിത് ജീവിക്കുന്ന ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ അവർക്കിത് മനസ്സിലാകും. അതുകൊണ്ട് തന്നെ യേശുവിനെ മനസ്സിലാക്കുന്ന മറ്റൊരു വ്യക്തി, അത് സാവൂൾ, പൗലോസായി മാറുന്ന സാവൂള്. ഈ സാവൂള് ഡമാസ്കസിലേക്കുള്ള യാത്രയിൽ ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ, പിന്നീട് ദൈവത്തെ അറിഞ്ഞു കഴിയുമ്പോൾ പിന്നീട് പ്രഖ്യാപിക്കുന്നത് ഉദ്ധിതനെ കുറിച്ചാണ്. ഈ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം അവൻ ഇന്നയാൾക്ക് 12 സ്ലീഹന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഏറ്റവും ഒടുവിൽ എളിയദാസനായി എനിക്കും അവൻ പ്രത്യക്ഷപ്പെട്ടു. അത് അവന്റെ സാക്ഷ്യമായിരുന്നു, സാവൂളിന്റെ സാക്ഷ്യം. ഇനിമേൽ ഇവൻ കേവലം ഒരു യഹൂദനല്ല, ഇവൻ കേവലം ഒരു ജോസഫിന്റെ മകനല്ല, സംസ്കരിക്കപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനല്ല, മറിച്ച് മരിച്ചവരിൽ നിന്നും ഉദ്ധാനം ചെയ്ത ദൈവമാണ് ഇവനെന്ന് സാവൂള് പ്രഖ്യാപിക്കുകയാണ്. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ കേന്ദ്രം. ഇവൻ ദൈവമാണെന്ന് ഏറ്റുപറയണം. അത് ഈ ക്രിസ്തു രഹസ്യങ്ങളിലൂടെ കടന്നു ചെന്ന് അവന്റെ പീഡാസഹനം, മരണം, അവന്റെ ഉത്ഥാനത്തെ പ്രഖ്യാപിക്കുന്നു. നമ്മളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോൺ പോൾ II മാർപ്പാപ്പ വിളിക്കുന്നത് ഈസ്റ്റർ ജനതയെന്നാണ് വിളിക്കുന്നത്. കാരണം അവന്റെ ഉത്ഥാനം ഈ ലോകത്തോട്, മരണത്തെ ജയിച്ചടക്കി ഉയർത്തെഴുന്നേറ്റവന്റെ ഉദ്ധാനം ഈ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ഒരു ജനതയാണ്. വി ആർ ദി ഈസ്റ്റർ പീപ്പിൾ എന്ന് പറയുന്നത്. ഉദ്ധിതന്റെ വിശ്വാസം അതാണ് അവന്റെ ദൈവത്വത്തെ തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതിനാണല്ലോ ഈ വചനത്തിലും പറയുന്നൊരു കാര്യം, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങൾ പ്രസംഗിക്കുന്നത് വ്യർത്ഥമാണ്. അത് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം പ്രഘോഷിക്കാൻ മാത്രമേ നമുക്കതിനെ യേശുവിനെ ദൈവമായിട്ട് കാണാനായിട്ട് സാധിക്കുള്ളൂ. പലപ്പോഴും പല യുവാക്കന്മാരും പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തെ യുവാക്കന്മാരും അതിൽ തന്നെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സിനെ ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഈ തിരുവചനത്തെക്കാൾ കൂടുതലായിട്ട് അവർ മോട്ടിവേറ്റഡ് ആകുന്ന മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വഴിയാണ്. അപ്പോൾ അവർ കൂടുതൽ പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് വാസ് എ ഗുഡ് ഹ്യൂമൻ ബീങ്. അവൻ്റെ മനുഷ്യത്വത്തിൽ മാത്രമേ അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അവൻ ഹിസ്റ്റോറിക്കലായിട്ട് അവൻ വന്ന് ജനിച്ചു ജീവിച്ചു വളർന്ന ഒരു മനുഷ്യൻ. അവനെ മറ്റുള്ളവർക്ക് വേണ്ടി കൊല്ലപ്പെട്ട, അപ്പം ഒരുപാട് രക്തസാക്ഷികൾ നമ്മൾ കാണുന്നുണ്ട്, അവരെ നമ്മൾ വലിയവരായിട്ട് കാണുന്നുണ്ട്. എന്നതുപോലെ തന്നെ രക്തസാക്ഷിയായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി മരണം വരിച്ച ഒരു മനുഷ്യൻ. അവൻ്റെ ആദർശങ്ങൾ നല്ലതായിരുന്നു, അവൻ്റെ പ്രഭാഷണങ്ങൾ നല്ലതായിരുന്നു, അവൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തു. നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പഠിപ്പിച്ചു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പഠിപ്പിച്ച് കടന്നുപോയ ഒരു നല്ലൊരു മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യന്റെ ആദർശം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ ജീവിച്ചാൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാം, മനുഷ്യരെന്ന നിലയിൽ നല്ലൊരു ജീവിക്കാം എന്നത് ചിന്ത കുറേ യുവാക്കന്മാരുടെ ഇടയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് കാണാതെ അവർ യേശുക്രിസ്തുവിനെ ഒരു മോഡലായിട്ട് മാത്രം കാണുന്ന, ഒരു മിയർലി ഹ്യൂമൻ മോഡലായിട്ട് മാത്രം കാണുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് അവരുടെ ഡിവോഷനിൽ നിന്ന്, ആരാധനയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് അച്ഛൻ പറഞ്ഞത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇത് വലിയൊരു ടെംപ്റ്റേഷനാണ് ഇന്നത്തെ ലോകത്തിന്. യേശുവിനെ ഒരു ആദർശ പുരുഷനായിട്ട് മാത്രം കണ്ട്, ഒരു മാതൃകാ പുരുഷനായിട്ട് കണ്ട് അവനെ സ്വീകരിക്കുക എന്നുള്ളത്. പക്ഷെ അതല്ല യേശു. അവൻ ദൈവമാണ് എന്നുള്ളത് നമ്മൾ പ്രഖ്യാപിക്കണം. അത് പരിശുദ്ധാത്മാവ് മുഖേന മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. വിശ്വാസം വഴി മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. അതല്ലാതെ യേശുവിനെ ഒരു മാതൃകാ പുരുഷനായിട്ട് കാണുവാൻ നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ നമുക്ക് അവനെ ആരാധിക്കാൻ പറ്റത്തില്ല. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടതിനകത്ത് ഒരച്ഛൻ തന്നെ എനിക്ക് അയച്ചു തന്നാണ്. ഞാൻ ആ അച്ഛനെ വിളിച്ച് ആ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്തുകയും അച്ഛൻ അത് പിൻവലിക്കുകയും ചെയ്തു. അതിനകത്ത് ആരോ ഒരു ഹ്യൂമനിസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്, ജീസസ് നെവർ സെസ് ദാറ്റ് യു ഷുഡ് വർഷിപ്പ് മീ. എന്നെ ആരാധിക്കണമെന്ന് ഈശോ ഒരിടത്തും പറയുന്നില്ല. ശരിയാ, നമ്മളും ചിന്തിച്ച് കഴിയുമ്പോൾ ശരിയാണല്ലോ, ഈശോ പറയുന്നില്ലല്ലോ. പഴയ നിയമത്തിൽ ദൈവം പറയുന്നുണ്ട്, ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈശോ അത് പറയുന്നില്ല. അതുകൊണ്ട് ഈശോ ആരാധിക്കപ്പെടേണ്ട ഒരു വ്യക്തിയല്ല. ഈശോ ഒരു മാതൃകാ പുരുഷനാ. അവൻ പറഞ്ഞ സ്നേഹം എന്നുള്ള കൽപ്പന മാത്രം നമ്മൾ ഓർത്തേച്ചാൽ മതിയെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത്. പക്ഷെ ഞാൻ അതിനൊരു ക്ലാരിഫിക്കേഷൻ ബൈബിളിൽ നമ്മൾ നോക്കിയപ്പം നമുക്ക് കാണുന്നത് ഈശോ ഒരിക്കലും ആരാധിക്കണമെന്ന് പറയുന്നില്ല തന്നെ. എന്നാൽ ഉത്തിതനായ അവനെ കണ്ടപ്പോൾ ശിഷ്യന്മാരുടെയും മറ്റുള്ള സ്ത്രീകളുടെയൊക്കെ ആദ്യ പ്രതികരണം, അവർ കാലിൽ വീണ് അവനെ ആരാധിച്ചു. ഈശോയുടെ ശിഷ്യന്മാർ കണ്ടു കഴിഞ്ഞപ്പോഴും അവനെ ആരാധിച്ചു. അത് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ വ്യക്തമായിട്ട് കാണുന്നതാണ്. ഈശോയെ ആരാധിക്കുക, അതായത് ഉത്തിതനായ ഈശോയെ കാണുമ്പോൾ അവരുടെ മനോഭാവം അവനെ ആരാധിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈശോ നല്ല ഒരു മനുഷ്യനാണ്, ആദർശ പുരുഷനാണ്, ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്ന മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ദൈവം അവിടെ അവരെ തിരുത്തേണ്ടതാണ്.
നിങ്ങൾ ദൈവത്തെ മാത്രം ആരാധിച്ചാൽ മതി, എന്നെ ആരാധിക്കണ്ട എന്ന് പറയണ്ട. പക്ഷെ ഇത് ഈശോ അവരെ തിരുത്തുന്നില്ല. കാരണം ഈശോ അത് അക്സെപ്റ്റ് ചെയ്യുവാണ്, തന്നെ ആരാധിക്കുന്നത്. അതേവഴി ഈശോ വാക്കുകൊണ്ടല്ല, തൻ്റെ പ്രവൃത്തിയായിട്ടുള്ള ഉത്ഥാനം വഴി നമ്മളോട് പറയുന്ന വലിയ കാര്യം, നിങ്ങൾ എന്നെ ആരാധിക്കണം. അതുകൊണ്ടാണ് ഉത്തിതനെ കാണുമ്പോഴെല്ലാം തന്നെ, പിന്നെ തിബേരിയോസ് കടൽ തീരത്ത് വെച്ച് കാണുമ്പോഴും യോഹന്നാൻ സ്ലീഹ പറയുന്നത് അത് കർത്താവാണ്, അത് യേശുവാണെന്നോ അത് ഗുരുവാണെന്നോ ഒന്നുമല്ല, അത് കർത്താവാണ്. വളരെ സോളിഡായിട്ട് നമ്മുടെ ഉത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാം പറഞ്ഞു വെക്കുന്നത് യേശു കർത്താവാണെന്ന്. നമ്മൾ അപ്പസ്തോല പ്രവർത്തനം മുഴുവൻ തെരഞ്ഞു കഴിഞ്ഞാലും നമ്മൾ കാണുന്ന പത്രോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ്, സ്തേഫാനോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ്, പൗലോസ് സ്ലീഹ പ്രഖ്യാപിക്കുന്ന യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ്, പീലിപ്പോസ് പ്രഖ്യാപിക്കുന്ന യേശുവിൻ്റെ ഉത്ഥാനത്തെക്കുറിച്ചാണ്. എന്നാൽ ഇന്ന് നമ്മൾ ഏറ്റവും കുറവ് പ്രഖ്യാപിക്കുന്നത് ഈശോയുടെ ഉത്ഥാനത്തെക്കുറിച്ചാണ്. മറിച്ച് നമ്മൾ ധ്യാന പ്രസംഗങ്ങളിലും ഒക്കെ തന്നെ നമ്മുടെ അച്ഛന്മാരൊക്കെ തന്നെ ഈശോയുടെ നല്ല ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അത് ചെയ്യാൻ പറയും. എന്നാൽ നമ്മൾ ഇന്ന് പ്രഖ്യാപിക്കേണ്ട ഏറ്റവും മഹനീയമായിട്ടുള്ള കാര്യം, നമ്മൾ ഈ യേശുവിന്റെ ഉദ്ധാനത്തെ കുറിച്ച് പറയുമ്പോൾ അതിനോട് ബന്ധിപ്പിക്കപ്പെട്ട യേശുവിന്റെ പീഡാസഹനം, മരണം, ഉത്ഥാനം, ഈ 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോൾ അവന് വരുന്ന വേറൊരു പേരുണ്ട്. അവൻ ഉദ്ധിതൻ എന്ന് പറയുന്നതോടൊപ്പം അവൻ രക്ഷകനായി മാറി. അവൻ മരണത്തെ ജയിച്ചടക്കിയപ്പോൾ അവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യരായ നമ്മളെ ഓരോരുത്തരെയും മരണത്തിന്റെ പാശത്തിൽ നിന്നും, ഈ പാപത്തിന്റെ കിണിയിൽ നിന്നും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചു. അവൻ രക്ഷകനായി മാറുകയാണ്. അതാണ് ഈശോന് കൊടുക്കുന്ന ഒരു ടൈറ്റിൽ കേട്ടോ. ഈശോനെ അവൻ യേശു എന്ന് പേരിടണം എന്ന് പറയുന്നു. യേശു എന്ന പേരിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് തന്നെ രക്ഷകൻ എന്ന് പേരിടാനാ. ആ പേര് അതിന്റെ അർത്ഥം തെളിയിക്കുന്നതും അത് നിവർത്തിക്കുന്നതും പീഡാസഹനം, മരണം, ഉത്ഥാനം വഴിയാണ്. അവൻ അതുകൊണ്ടാണ് അവന്റെ ആ പേരിന്റെ അർത്ഥം പോലും ഇല്ലാതായി മാറിയാൻ അവൻ ഉത്ഥാനം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ, അതുകൊണ്ടാണ് രക്ഷകനാണ് എന്നൊരു വാക്ക്. അതായത് ആ പേരിന്റെ അർത്ഥം ഉത്ഥാനം ചെയ്തില്ലെങ്കിൽ മാത്രമല്ല, അവന് കുരിശിൽ മരിച്ചില്ലെങ്കിലും മാറിപ്പോയെന്നെ. പക്ഷെ ഈശോയുടെ കുരിശു മരണവും ഉത്ഥാനവുമാണ്. യേശു കർത്താവാണെന്ന് വെളിപ്പെടുത്തപ്പെടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മരണത്തിന് ശേഷം അല്ലെങ്കിൽ ഉദ്ധിതനായതിനു ശേഷം മാത്രമല്ല, അതിനു മുമ്പും യേശു കർത്താവാണെന്ന് വെളിപ്പെടും. ഓൾറെഡി നമ്മൾ പറഞ്ഞു അത്ഭുതങ്ങളിൽ വെളിപ്പെടുത്തപ്പെടണമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇതിനേക്കാൾ എവിഡന്റ് ആയിട്ട് കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവപുത്രനാണെന്ന് വെളിപ്പെടുന്ന അവസരമുണ്ട്. നമ്മൾ നമ്മൾ രണ്ട് സുവിശേഷങ്ങളും കമ്പയർ ചെയ്ത് നോക്കണം. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിയെ 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 കർത്താവ് എന്ന ലെവലിലേക്ക് ഈശോയെ കൊണ്ടുചെല്ലുക. നമുക്ക് ഇങ്ങനെ നമ്മുടെ സുവിശേഷം വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലാവും. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളൊന്ന് കടന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങള് അവന്റെ പ്രവർത്തികൾ കണ്ടിട്ട് കർത്താവ് എന്ന് വിളിക്കുന്നു. പൂർണ്ണ ബോധ്യത്തോടു കൂടിയല്ല, എന്നാലും അവനെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട്. ആദ്യമായിട്ട് അവന്റെ ശിഷ്യന്മാർ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് ജീവന്റെ അപ്പം എന്ന് പറഞ്ഞ അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജീവന്റെ അപ്പത്തെ കുറിച്ചുള്ള പ്രബോധനം കൊടുക്കുമ്പോഴാണ് പറയുന്നത്. പത്രോസ്ലീഹ പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും. അവിടെയാണ് ആദ്യമായിട്ട് ഒരു ശിഷ്യൻ ഈശോയെ കർത്താവേ എന്ന് പേര് പറഞ്ഞു വിളിക്കുന്നത്. അതുവരെ ശിഷ്യന്മാര് ഒരു ടീച്ചറായിട്ടാ, ഒരു റബ്ബി ആയിട്ടാ കർത്താവിനെ പരിഗണിച്ചിട്ടുള്ളൂ. ഇനി അവിടുന്ന് പതിയെ പതിയെ മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാരുടെ അടുത്തേക്ക് പതിയെ പതിയെ ഒരു ചിന്ത വരുന്നു. അതായത് ഇവൻ റബ്ബി മാത്രമല്ല, ഇവൻ കർത്താവുമാണ് എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരുന്നു. ഇനി ഒന്ന് മൂവ് ചെയ്ത് നമ്മളൊരു 13-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈശോ തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. ഫസ്റ്റ് സെന്റൻസ് അങ്ങനെയാണ്, നിങ്ങൾ എന്നെ ഗുരു എന്നും കർത്താവ് എന്നും വിളിക്കുന്നു. പക്ഷേ ഈശോ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. റിപ്പീറ്റ് ചെയ്യുമ്പോൾ നേരെ തിരിച്ചാ പറയുന്നത്, ശരി തന്നെ, ഞാൻ നിങ്ങളുടെ കർത്താവും ഗുരുവുമാണ്. അപ്പോ 13-ാമത്തെ അധ്യായം കഴിഞ്ഞപ്പോൾ നമ്മൾ കടന്നു വരുന്നത് പീഡാസഹനത്തിലേക്കാണ്. പീഡാസഹനം കഴിഞ്ഞ് നമ്മൾ കടന്നു വരുന്നത് ഉദ്ധാനം കഴിയുമ്പോൾ പിന്നെ ആ സീനിൽ ഈ പറഞ്ഞ പോലെ റബ്ബി എന്ന് പറഞ്ഞ പേരില്ല, ഗുരുവില്ല. പിന്നെ അവിടെ കടന്നു വരുന്നത് കംപ്ലീറ്റ് ലോഡ് എന്ന് പറഞ്ഞ പേരാണ്, അതായത് കർത്താവ് എന്ന് പറഞ്ഞ പേരാണ്. ഒരേ സിറ്റുവേഷൻ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അത് നമ്മുടെ മഗ്ദലേന മറിയത്തിന് പ്രത്യക്ഷപ്പെടുമ്പോ റബ്ബോനി എന്ന് പറഞ്ഞ വാക്ക്, എന്റെ ഗുരു എന്ന് പറഞ്ഞത് അതൊരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കാണിക്കാൻ വേണ്ടി മാത്രം. പക്ഷെ ആ സീനിൽ ഒന്ന് ഇതായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ കർത്താവ് എന്ന് പറഞ്ഞ പേരാണ് പ്രധാനമായിട്ടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ഗ്രാജുവൽ ഗ്രോത്ത് നമ്മൾ കാണുന്നുണ്ട് ലോഡ് എന്ന് പറഞ്ഞാൽ. ഇനി സമാന്തര സുവിശേഷങ്ങളെ കടന്നു വരുമ്പോൾ അങ്ങനെയല്ല. സമാന്തര സുവിശേഷങ്ങളെ ശിഷ്യന്മാര് കർത്താവിന്റെ പ്രവൃത്തി കാണുമ്പോൾ തിരിച്ചതിന്റെ കർത്താവാണെന്നുള്ളൂ. ഉദാഹരണം ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ ജസ്റ്റിൻ അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പത്രോസ്ലീഹ തന്നെ അല്ലെങ്കിൽ പത്രോസ്ലീഹ പറയുന്നുണ്ടെങ്കിലും അത് ശിഷ്യന്മാരുടെ ഒരു കോമൺ ഇതായിട്ടാണ് പത്രോസ്ലീഹ പറയുന്നത്. എന്നാ, നീ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് അവിടെ പറയുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈശോ പറയുന്നത് എന്നാ,
സമയമായിട്ടില്ല. അത്ഭുതങ്ങൾ കണ്ടിട്ട് നിങ്ങൾ എന്നെ കർത്താവ് എന്ന് വിളിക്കണ്ട. ഇനി അവിടെ സമാന്തര സുവിശേഷങ്ങൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴല്ല കർത്താവ് എന്ന് പറയേണ്ടത്, പിന്നെ എപ്പോഴാ? കുരിശിൽ കിടക്കുമ്പോൾ നിങ്ങൾ അവന്റെ പ്രവൃത്തി കണ്ടിട്ട്, അവന്റെ ജീവൻ കണ്ടിട്ട്, അല്ലെങ്കിൽ അവൻ ചെയ്തു പോയ കാര്യങ്ങൾ കണ്ടിട്ട്, അവന്റെ കുരിശിലുള്ള മരണം കണ്ടിട്ട് നിങ്ങൾ കർത്താവ് എന്ന് വിളിക്കണം. അതായിരുന്നു കർത്താവ് ഉദ്ദേശിച്ച കാര്യം. പക്ഷെ എന്നാ പറ്റിപ്പോയെ? അവിടെ ശിഷ്യന്മാർ നിശബ്ദരായി പോയി, പരാജയപ്പെട്ടു പോയ ശിഷ്യന്മാർ. അവിടെയാണ് ശതാധിപൻ എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത്, ഇവൻ യഥാർത്ഥത്തിൽ ദൈവപുത്രനായിരുന്നു. കണ്ടോ? അപ്പൊ രണ്ട് കോൺട്രാസ്റ്റ് ഉണ്ട് അവിടെ. അപ്പൊ ജീവിച്ചിരിക്കുന്ന സമയത്തും ഞാൻ ദൈവപുത്രനാണെന്ന് ഈശോ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉദ്ധിതനായതിനു ശേഷം ദൈവപുത്രനാണ്, കർത്താവാണ് എന്ന് വെളിപ്പെടുത്തുന്നത്. ഉദ്ധിതനായ ശേഷം കുറച്ചും കൂടെ പൂർണ്ണമായിട്ട് ബോധ്യമായി. അതാണ് വെളിപ്പെടുത്തുന്നുണ്ട്, ബോധ്യമായി. യേശുവിനെ കർത്താവ് എന്ന് പ്രഘോഷിക്കുന്ന ഒരു നല്ലൊരു ഗാനം ആലപിച്ചാലോ? യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, പഴയ നിയമത്തിൽ ദൈവം തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ഞാൻ തന്നെ. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിലും ഇതേ പദം തന്നെ പലവട്ടം ഉച്ചരിക്കുന്നുണ്ട്. ഞാനാണ്, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അങ്ങനെ ഞാൻ എന്നുള്ള പദം വഴി. എന്നാൽ വളരെ വ്യക്തമായിട്ട് ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്: ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. രക്ഷിക്കാനുള്ളവനാണ് ഈശോ. ഈശോ ശിക്ഷയ്ക്ക് വിധിക്കാൻ വേണ്ടിയിട്ട് വന്നവനല്ല, ഈശോ രക്ഷിക്കാനുള്ളവനാണ്. എന്നാൽ അവിടെ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? ഞാൻ തന്നെ. ഈശോ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കണം. ആ സമയത്താണ്, അങ്ങനെ ഒരു വിശ്വാസം ഉടലെടുക്കുമ്പോൾ മാത്രമാണ് ക്രിസ്ത്യാനി നീ രക്ഷിക്കപ്പെട്ടതാകുന്നത്. രക്ഷിക്കാൻ വന്ന നല്ല ഈശോയെ കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നമുക്കവനെ ആരാധിക്കാം, അവനെ സ്നേഹിക്കാം. ഈ ഒരാഴ്ചക്കാലം നമ്മൾ ആ ഒരു വചനം ഏറ്റുചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷപ്രാപിക്കും. യേശുവിനെ കർത്താവുനാഥനുമായി പ്രഘോഷിക്കുകയും ഏറ്റുപറയുകയും അനേകരുടെ മുമ്പിൽ പ്രഘോഷിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.